നമസ്കാരം. നമ്മൾ ഈ ട്രെയിനുകളിലൊക്കെ യാത്രയിലൊക്കെ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോസ് ഒക്കെ നമുക്ക് പല രോഗങ്ങൾ വരാൻ കാരണമാകാറുണ്ട്. അതായത് പല ചർമ്മ രോഗങ്ങൾ, അലർജി, ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഈ പ്രോപ്പറായിട്ട് ഹൈജീനിക് അല്ലെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാത്ത ഒരു ബ്ലാങ്കറ്റിൽ നിന്നോ ബെഡ്ഷീറ്റിൽ നിന്നോ ഒക്കെ ലഭിച്ചേക്കാം. ഈ അടുത്ത് ഇന്ത്യൻ റെയിൽവേ തന്നെ ഒരു കാര്യം സമ്മതിക്കണ്ടായി. അതായത് AC കോച്ചുകളിലും മറ്റും അവർ കൊടുക്കുന്ന ബ്ലാങ്കറ്റുകൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ വാഷ് ചെയ്യുകയുള്ളൂ എന്ന്. അതായത് ഒരേ ബ്ലാങ്കറ്റ് തന്നെ ഒരു മാസത്തിൽ പലരും മാറി മാറി ഉപയോഗിക്കുന്നു. ഇത് പലതരം രോഗങ്ങൾക്കും മറ്റും പടരാനൊക്കെ കാരണമായേക്കാം. നാം ഉറങ്ങുമ്പോൾ നമ്മുടെ വിയർപ്പ്, ഈ സ്കിന്നിലെ ഡെഡ് സെൽസ്, സലൈവ ഒക്കെ ഷീറ്റിലും ബ്ലാങ്കറ്റിലും ഒക്കെ ആവാം. ഇവയിലെ വൈറസ് അല്ലെ ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള രോഗാണുക്കളായ സൂക്ഷ്മജീവികൾ പലതരം ചർമ്മ രോഗങ്ങൾക്കും അലർജിക്കും ഒക്കെ കാരണമായേക്കാം. അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ ഒരു ബെഡ്ഷീറ്റ് അല്ലെ പുതപ്പോ കയ്യിൽ കരുതുക. അത് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ അവരുടെ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വിരിച്ചിട്ട് അതിന് മുകളിൽ നമ്മുടെ ഒരു ഷീറ്റ് കൂടെ വിരിച്ചിട്ട് കിടക്കുക. അതുപോലെ തന്നെ നാം വീട്ടിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ പില്ലോ കവറൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അലർജിയോ മറ്റെന്തെങ്കിലും രോഗങ്ങളോ ഉള്ളവരാണെങ്കിൽ ബെഡ്ഷീറ്റോ പില്ലോ കവറൊക്കെ ചൂടുവെള്ളത്തിൽ കൂടെ കഴുകാനായിട്ട് ശ്രമിക്കുക. ബെഡ് അല്ലെങ്കിൽ പില്ലോ ഒക്കെ നല്ല വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുക. ബെഡ് ബഗ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. പ്രോപ്പറായിട്ട് ഹൈജീനായിട്ട് സൂക്ഷിക്കാത്ത ഒരു പില്ലോ കവർ പോലും മുഖക്കുരു, താരൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അങ്ങനെ ഈ താരനും മുഖക്കുരു ഒക്കെ മാറാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും പില്ലോ കവർ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് സൂക്ഷിക്കുക. അതുപോലെ ഉറങ്ങി എണീക്കുമ്പോൾ ഈ ബെഡും പില്ലോയിലും ഒക്കെ ഒരു ഈർപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പില്ലോയുടെ ഒക്കെ കവറൊക്കെ മാറ്റി വെക്കുന്നത് അത് ഡ്രൈ ആയിട്ടിരിക്കാനായിട്ടും സഹായിക്കും.